സങ്കീർത്തനക്കാരനായ ദാവീദ് ചമച്ചിട്ടുള്ള സങ്കീർത്തനങ്ങളിൽ മിക്കതും ആരോഹണ സങ്കീർത്തനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കയറുവാനുള്ള, താണു പോകുവാനല്ല, താഴ്ചയിൽ നിന്നും ഉയർന്നു പോകുവാൻ, പടികൾ ചവിട്ടി കയറുവാനുള്ളതായ പ്രചോദനം നൽകുന്ന, ആവേശം പകരുന്നതായ അനേക രാഗങ്ങളോടുകൂടി ചമച്ചിട്ടുള്ള ആരോഹണ ഗീതങ്ങൾ. അതിൽ വളരെ മാധുര്യമായിട്ടുള്ള ഒരു സങ്കീർത്തനമുണ്ട്, 134 സങ്കീർത്തനം. അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി, യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. രാത്രി കാലങ്ങളിൽ മന്ദിരത്തിൽ ആരാണ് നിൽക്കുന്നത്? പകലിലല്ലേ ആരാധനയും ഒക്കെ നടക്കുന്നത്. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നതായ രാത്രി ജീവിത അനുഭവങ്ങളിലെ രാത്രിയെക്കുറിച്ചാണ്. നാച്ചുറൽ രാത്രിയോ പകലിനെ കുറിച്ചല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധകാരവും പ്രകാശവും എന്ന് പറയുന്നതായ രണ്ട് അനുഭവങ്ങളുണ്ട്. അവൻ്റെ ദിവസങ്ങളുണ്ട്, കാലങ്ങളെ നോക്കുന്നതായ രാത്രിയും പകലുമുണ്ട്. സന്ധ്യയായി ഉഷസായി ഒന്നാം ദിവസമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആ രാത്രിയെക്കുറിച്ചല്ല ദാവീദ് പാടുന്നത്. ജീവിത അനുഭവങ്ങൾ, നമ്മുടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ നമ്മൾ കടന്നു പോകുന്നതായ അനേക രാത്രിയുടെ അനുഭവങ്ങളും, കഷ്ടതയുടെ സമയം, പരീക്ഷയുടെ സമയം, ആശ്രയം ആരുമില്ല. ദാവീദ് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പോയിരുന്നു. ശത്രുവിനെ ഭയന്ന്, ശൗലിനെ ഭയന്ന്, മറ്റ് തനിക്കെതിരായി നിൽക്കുന്നവരെ ഭയന്ന്, ഗുഹകളിലും കാടുകളിലും മലകളിലും ഏകനായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന്, ഒരു പ്രകാശത്തിൻ്റെ തരി പോലും ഇല്ലാത്ത, ശബ്ദമുയർത്തി ഒരു പാട്ടുപോലും പാടുവാൻ കഴിയാത്തതായ സ്ഥലത്ത് അവനൊരാശ്രയം, അവനൊരു ചെയ്തി, അവനൊരു പതിവുണ്ടായിരുന്നു: യഹോവയുടെ ആലയത്തിൽ നിൽക്കുക. ഗുഹയിൽ പാർക്കുമ്പോൾ എവിടെ നിന്നാണ് യഹോവയുടെ ആലയം എന്ന് താൻ പാടുന്നത്? മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം അതിനുവേണ്ടിയാണ് നിന്റെ കഷ്ടതയുടെ സമയത്ത് യഹോവയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഭവം ഭക്തന്മാർ പ്രാക്ടീസ് ചെയ്യുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു ആരോഹണ സംഗീതമായി അവർ തന്നെ മാറ്റുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മന്ദിരത്തെ മനുഷ്യൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചു. ദൈവത്തിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ദൈവം തൻ്റെ ആലയമാക്കി തീർത്തു. എന്തിനു വേണ്ടി? നാം ആ ആലയത്തിൽ നമ്മുടെ അന്ധകാരം നിറഞ്ഞതായ കാലത്ത്, ആരും ആശ്രയമില്ലാത്ത സമയത്ത് ആ ആലയത്തിൽ നിൽക്കുന്നവരാകണം, ഉറങ്ങുന്നവരാകരുത്. അങ്ങനെയും ഭക്തന്മാരുണ്ട്. പ്രാർത്ഥന അനുഭവം അവരുടെ ജീവിതത്തിൽ മുറ്റുമായി നിലനിർത്തി പോകുന്ന ചില ഭക്തന്മാരോട് ദാവീദ് ഈ പ്രഭാതത്തിൽ പാടിക്കേൾപ്പിക്കുകയാണ്: അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി, സകല ഭക്തന്മാരുമായുള്ളവരെ, സകല ദാസന്മാരുമായുള്ളവരെ. ഒരു ജാതിക്കാരെയോ, ഒരു രാഷ്ട്രക്കാരെയോ, ഒരു രാജ്യക്കാരെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷക്കാരെയോ, ഒരു കുടുംബക്കാരെയോ നോക്കിയല്ല ദാവീദ് പറയുന്നത്. സകല ദാസന്മാരുമായുള്ളവരെ. രാത്രികാലങ്ങളിൽ അവരുടെ കഷ്ടത, അവരുടെ ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവങ്ങളിൽ, രാത്രിയിൽ അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞതായ ചുറ്റുപാടുകളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന ചില ഭക്തന്മാരുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നവരെ ദാവീദ് ആത്മാവിൽ കാണുകയാണ്. ദൈവത്തിന് മഹത്വം. അവരോട് പറയുന്നു, നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കി യഹോവയെ വാഴ്ത്തുവിൻ. അതെന്തിനാണ് ഈ കരങ്ങൾ ഉയർത്തി യഹോവയെ മഹത്വപ്പെടുത്തുന്നത്? രാത്രികാലങ്ങളിൽ ആര് കാണാനാണ്? ശത്രു കാണുവാൻ, പിശാച് കാണുവാൻ. എന്താണ്? ജയം നിനക്ക് സ്വന്തം. ഒരു പട്ടാളക്കാർ യുദ്ധം ചെയ്ത് ഒരു രാജ്യത്തെ പിടിച്ചടക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു കൊടുമുടിയിൽ കയറുമ്പോൾ പർവ്വതാരോഹണക്കാർ, ഇല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ യാത്ര ചെയ്ത് അവിടെ എത്തിയവർ, അവിടെ എത്തുമ്പോൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ കൊടി അവർ നാട്ടും. അതോടൊപ്പമാണ് അവർ യാത്ര ചെയ്യുന്നത്. പർവ്വതാരോഹണം ചെയ്യുന്നവരുടെ കയ്യിൽ ഒരു കൊടി കാണും. എല്ലാ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളിൽ ഓരോ ജവാന്റെയും അവൻ്റെ ബാഗിനുള്ളിൽ ഒരു കൊടിയുണ്ട്. അവനൊരു രാജ്യത്തും പിടിച്ചടക്കുമ്പോൾ അവൻ ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും
ശത്രുരാജ്യത്തിൻ്റെ അതിരിൽ ചെന്ന് അവന് കയറുവാനുള്ളതായ ഒരു സൗകര്യം അവന് കിട്ടിയെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ട കാര്യം അവൻ്റെ കൊടി അവിടെ നാട്ടുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തോട് വിളിച്ചു പറയുക, ഞാൻ അതിനെ പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശ്വാസത്താൽ നാം ശത്രുവിനെതിരെ ജയം ഘോഷിക്കുന്നവരാകണം എന്ന് ദാവീദ് ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്താണ്? രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശ്രമമില്ലാതെ കണ്ണുനീരൊഴുക്കി കഷ്ടതയുടെ സമയങ്ങളിൽ യഹോവയുടെ ആലയത്തിലേക്ക് നോക്കുന്നവരായിട്ടുള്ളവരെ, നിങ്ങൾ കരങ്ങളെ ഉയർത്തി ദൈവം നിനക്ക് ജയം തന്നതുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കുക. അപ്പോഴാണ് ശത്രു തോറ്റുപോകുന്നത്. നമുക്കറിയാം, ആത്മഹത്യ ചെയ്യുന്ന അനേക കുടുംബങ്ങൾ കടങ്ങൾ കയറി പിഞ്ചു കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അല്ലെങ്കിൽ ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ അന്യോന്യം കൊന്ന് അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പല ആത്മഹത്യക്ക് തുനിഞ്ഞവരുടെ ആ അനുഭവങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളത്, ഈ ആത്മഹത്യ ചെയ്യുവാൻ അവർ തീരുമാനിക്കുന്നതിന് മുൻപ്, ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ കണ്ണിൽ ഒരു അന്ധകാരം കയറി വരും. ആ അന്ധകാരത്തിൽ കുഞ്ഞുങ്ങൾ എത്ര നിലവിളിച്ചാലും, എന്നെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് ഭാര്യയും മാതാപിതാക്കളും ആ കുഞ്ഞുങ്ങളും നിലവിളിച്ചാലും കരുണ തോന്നുകയില്ല. അവൻ അന്ധകാരത്തിൽ വലയം ചെയ്യപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. ശത്രുവിൻ്റെ വളരെ പോരാട്ടമുള്ള ഒരു പ്രയോഗശക്തിയാണ് അന്ധകാരം. അത് പരീക്ഷയായി, പരിഹാസമായി, നിന്ദയായി, പട്ടിണിയായി, ദുരിതങ്ങളായി, കടങ്ങളായി, രോഗങ്ങളായി, വേദനകളായി, ഒരാശ്രയം, മുൻപിൽ ഒന്നും കാണുവാൻ കഴിയാത്തതായ, ഒന്നിനെയും ദർശിക്കുവാൻ കഴിയാത്തതായ ഒരു ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും, നമ്മുടെ ദൃഷ്ടിയിൽ കൊണ്ടുവരും, നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരും. ദാവീദ് പറയുകയാണ്, ഭക്തന്മാരെ, അങ്ങനെ ഇരുട്ട് നിന്നെ വ്യാപിക്കുന്നുണ്ടോ? അന്ധകാരം നിന്നെ വലയ്ക്കുന്നുണ്ടോ? എങ്കിൽ നിനക്കൊരാശ്രയമുണ്ട്. യഹോവയുടെ ആലയം, മന്ദിരം. അവിടെ കിടക്കുവാനല്ല, ഇരിക്കുവാനല്ല, വിശ്രമിക്കുവാനല്ല, നിൽക്കുന്ന ഭക്തന്മാരെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ രാത്രികാലങ്ങളിൽ യഹോവയോട് ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്. അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതൊരു ഭക്തനും, ഏതൊരു ദൈവദാസനും, ഏതൊരു ചെറിയവനും വലിയവനും ഈ സങ്കീർത്തനം തരുന്ന ഒരു ആഹ്വാനം, ഈ പ്രഭാതത്തിൽ തരുന്ന ഒരു സന്ദേശം, യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന ഭക്തന്മാരെ, ദാസന്മാരെ, സകല ഭക്തന്മാരെ, യഹോവയെ വാഴ്ത്തുവീൻ, നിന്റെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ, ജയം നിനക്ക് തന്ന ദൈവത്തെ ഉയർത്തുവീൻ. ശത്രു തോറ്റുപോകും. പരീക്ഷകളും പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിൽ നിരാശകളും കൊണ്ടുവന്ന് തകർച്ചയല്ലാതെ മറ്റൊന്നുമില്ല. ഉയരുവാൻ ഒരു പടികളും നിന്റെ കണ്ണിൽ കാണുവാൻ കഴിയാത്ത സ്ഥാനത്ത് നിന്നെ ദർശിക്കുന്ന ഒരു ദൈവം, ഇതാകുന്നു വഴിയെന്ന് നിന്റെ പിന്നിൽ നിന്നുകൊണ്ട്, നിന്റെ ഓരത്ത് നിന്നുകൊണ്ട് നിന്നെ ഉപദേശിക്കുവാൻ ശക്തിയുള്ള ഒരു കരം നിനക്കവിടെ വെളിപ്പെടും. എന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന മനുഷ്യൻ ആരും ലജ്ജിച്ചു പോകുകയില്ല എന്ന് അരുളി ചെയ്തതായ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് നിന്നോട് അരുളി ചെയ്തവൻ്റെ തിരുമുഖം അവിടെ പ്രകാശിതമായി അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിനക്ക് വെളിപ്പെടും. പക്ഷെങ്കിൽ കരങ്ങൾ ഉയർത്തി നീ ജയം അവകാശപ്പെടണം. ഗോഡ് ബ്ലെസ് യു.